എന്തായാലും മാഷ കാണാമല്ലോ. അപ്പുറത്തെ വഴി കൂടെ എങ്ങനെ പോയിട്ടുണ്ടാവോ? എന്ന് ഈ വഴിനേടാ വരെ ഞാൻ രാവിലെ കണ്ടതാ പോണത്. എന്തായാലും വേണ്ട, എന്ന് ഉറപ്പായിട്ട് ഞാൻ ചോദിച്ചു. അതാ വരുന്നു. അല്ലെങ്കിലും പഠിക്കണ കാലത്തേ നിങ്ങൾ കുരുത്തുള്ള മക്കളാണ്. സമ്മാനം എനിക്ക് ഇഷ്ടമായി. ഷർട്ടണോ മുണ്ടാണോ? മാഷേ, ഇത് ഷർട്ടും മുണ്ടൊന്നല്ല. ഞങ്ങൾ പഠിക്കുന്ന കാലം മുതൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സ്റ്റാമ്പ് വന്നിരുന്നു. അതിൽ 2ഉം 5ഉം 10ഒക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തരുമ്പോൾ ഞങ്ങൾക്ക് ഇത് എന്തിനാണെന്നറിയില്ല, ഇന്നത് ഞങ്ങൾക്ക് എന്തിനാണെന്നറിയില്ല. ഞങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് എണ്ണി നോക്കി. 1000 ഉറുപ്പിയുടെ മുതലുണ്ട്. ഒരു 500 മാഷ് തരണം. തന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. എന്താ ഗുണ്ടായുസം കാണിക്കേ? പഠിക്കാൻ വിട്ട കാലത്ത് പഠിക്കണം. അതിനെങ്ങനെ 9 മണിയാകുമ്പോഴേക്ക് സ്കൂളിലെത്തിയാ നേരെ കഞ്ഞിപ്പരയിലേക്ക് വിടും, കഞ്ഞിയും പയറും വെക്കാൻ. ഉച്ചയാകുമ്പോഴേക്കേ അത് കഴിയുള്ളൂ. പിന്നെ എങ്ങനെ പഠിക്കണം? അതുപോലെ മാഷേ, ഞങ്ങളെ ബാക്ക് ബെഞ്ചേഴ്സിന്റെ മാഷൊക്കെ ഒരു പുച്ഛായിരുന്നു. നിങ്ങളൊന്നും ഒരു കാലത്ത് മുന്നിലേക്ക് വരില്ല എന്നാ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇപ്പൊ മുന്നിലിരിക്കുന്ന പിള്ളേര് മൊത്തം എന്റെ പുറകിലാണ്. അതെന്താ? വേറൊന്നല്ല മാഷേ, ഞാൻ ഇപ്പൊ ബസ്സിലെ ഡ്രൈവറാണ്. സ്കൂളിൽ പഠിച്ചിട്ട് ഉപകാരമില്ലാന്നും പറയാൻ പറ്റില്ല മാഷേ. വീട്ടിലിപ്പോഴും കൂടി കഞ്ഞിയും പയറും വെച്ചിട്ടാണ് ഞാൻ വരുന്നത്. മാഷേ 500 എടുക്ക്, പോട്ടെ, സമയമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ അന്നത്തെ സ്റ്റാമ്പിന്റെ വില? 30 കൊല്ലത്തെ സർവീസാ. നാളെ ഇപ്പൊ ആരാ കാശ് ചോദിച്ച് വരികയെന്ന് ആർക്കറിയാം. നാളെ മുതലേ ഞാൻ വണ്ടി വിളിച്ചു പോകാൻ നല്ലത്. ശിവമാഷല്ലേ? ശിവമാഷോ? ഏത് ശിവമാഷ്? ഞാൻ ശിവമാഷൊന്നുമല്ല. ഒന്ന് പോയിക്കടേ കാണുന്നു.